കൊല്ലം ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു ഭയങ്കരമായ ഒരു ലെവലാണ്. ഒരു സഭയ്ക്കകത്ത് ഒരു പ്രവചനത്തിന്റെ തലം വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സഭയുടെ ഒരു ബ്രേക്ക് ത്രൂ എന്നാണ് അതിനർത്ഥം. ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ, ക്ഷീണിതാവസ്ഥകൾ ഇന്ന് പകൽക്കാലം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അതിനേക്കാളും വലിയൊരു മഹത്വം ഞാൻ ദൈവത്തിന്റെ പ്രസൻസിൽ കാണുന്നു. ഞാൻ ഈ നാളുകളിൽ കടന്നു പോകുന്നിടത്തൊക്കെ കാണുന്നൊരു മേഖലയാണ് പ്രവചനത്തിന്റെ ഉള്ള അസാധാരണമായ ദൈവത്തിന്റെ പദ്ധതികൾ ഈ നാളുകളിൽ ദൈവം നമ്മിൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ സഭ അടുത്തൊരു ബ്രേക്ക് ത്രൂവിലേക്ക് പോകും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയുടെ വളർച്ചയിൽ നമുക്ക് കരം കോർക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഈ സഭ വളരുന്തോറും നാമം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സഭ വളരുന്തോറും നാമം എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടിരിക്കണം. സഭ വളർന്നു എന്ന് പറഞ്ഞാൽ ആമേൻ, അഭിഷേകം വളരുന്നു എന്നാണ്, അഭിഷേകം വർദ്ധിക്കുന്നു എന്നാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മളെല്ലാത്തിലും തൃപ്തിപ്പെടുക, പക്ഷെ ഒന്നിൽ മാത്രം തൃപ്തിപ്പെടരുത്, അഭിഷേകം. കാരണം ഈ അഭിഷേകമാണ് നമ്മെ ഒരു വ്യത്യസ്തമായ തലത്തിലോട്ട് എത്തിക്കുന്നത്. നമ്മൾ അനവധി സാക്ഷ്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ കേട്ടു. എന്തുകൊണ്ടാണ് എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചവരുടെ ഒരു പട്ടിക എഴുതി വച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്നവർക്ക് പ്രചോദനം ഉണ്ടാകുവാൻ. ഇപ്പോൾ നമ്മെപ്പോലെ ശുശ്രൂഷ തലത്തിൽ നിൽക്കുന്നവരുടെ കരങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുമ്പോൾ നമുക്കതൊരു പ്രചോദനമായി മാറും. പക്ഷെ നമ്മുടെ കരം കൊണ്ട് അത് സംഭവിക്കണമെങ്കിൽ നാം നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തിയിൽ വർദ്ധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത മീറ്റിംഗിന്റെ അടുത്ത ദിവസം പ്രസംഗിച്ചത് മറ്റൊരു ദൈവദാസനാണ്. 27 വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഞങ്ങൾ ഞെട്ടിച്ചു. 2 കണ്ണും കാഴ്ചയില്ലാത്ത മനുഷ്യനായിരുന്നു. മെഡിക്കൽ സയൻസ് കൈവിട്ടു. മെഡിക്കൽ സയൻസ് പറഞ്ഞ് ഒരിക്കലും ആ 2 കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കത്തില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം 2 കണ്ണും കാഴ്ചയുള്ളവനായിട്ട് ദൈവത്തിന്റെ വയലേലകളിൽ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നു. ആമേൻ. അത് കണ്ടും കേട്ടുമിരിക്കുന്ന നമുക്ക് അതൊരു പ്രചോദനമായി മാറും. അതുകൊണ്ടാണ് മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനോട് ദൈവം ചോദിക്കുന്നത്, ദൈവത്തിന് വല്ല കാര്യവും അസാധ്യമാണ്. ദൈവത്തിന് വല്ല കാര്യവും അസാധ്യമാണ്. അപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പക്ഷെ ദൈവത്തിന് അസാധ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അത് നമ്മുടെ അവിശ്വാസമാണ്. വിശ്വാസം എന്നതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊരിന്ത്യ സഭയ്ക്കകത്ത് പൗലോസ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ധ്യാനിക്കുമ്പോൾ ഈ തെസ്സലോനിക്ക സഭയുടെ ഫെയ്ത്തിനെ കുറിച്ച് പഠിക്കുന്നു. കാരണം തെസ്സലോനിക്ക സഭയുടെ ഫെയ്ത്ത് മറ്റുള്ള സഭകൾക്ക് പ്രചോദനമായിരുന്നു. ലോക രാജ്യങ്ങളിൽ അവരുടെ വിശ്വാസം വളരെ പ്രശസ്തി നേടി. പക്ഷെ ആ വിശ്വാസം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ കൊരിന്ത്യ സഭയോട് പൗലോസ് പറഞ്ഞൊരു വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല
ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് മതി. അവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വായിക്കാം. നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിന് അടിസ്ഥാനമായിട്ടല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം? ദൈവ ശക്തിയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ശക്തി ആധാരമായിട്ടുള്ള വിശ്വാസം കൊരിന്ത്യ സഭയ്ക്ക് വേണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം വേദപുസ്തകം പറയുന്നത്, യോഹന്നാൻ 11:40 പറയുന്നത്, വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. റോമർ 10:11 പറയുന്നു, വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നും ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോകത്തില്ല എന്നും വേദപുസ്തകം നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ റോമൻ സഭയിലെ വിശ്വാസം ലോകത്തിലെല്ലായിടത്തും സംസാരിക്കണം. റോമൻ സഭയിലെ വിശ്വാസവും ലോകത്തിലെല്ലായിടത്തും വളരെ പ്രശസ്തയാണ്. എല്ലാവരുടെയും ഇടയിൽ ചർച്ച ചെയ്യുകയാണ് റോമൻ സഭയിലെ വിശ്വാസം. ആ റോമൻ സഭയിലെ വിശ്വാസികളോട് പൗലോസ് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടതകളോ നിന്ദകളോ പരിഹാസങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരത്തില്ല എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. എത്ര കഷ്ടത ജീവിതത്തിൽ വന്നാലും, എത്ര വേദന ജീവിതത്തിൽ വന്നാലും, എത്ര പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. ഉറപ്പോടൊന്ന് പറയുവാൻ പറ്റുമോ? ആമേൻ. യേശുവിലുള്ള വിശ്വാസം മുഖാന്തരം ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് പ്രവചിച്ച് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരം നിങ്ങൾ ഒരു നാളും ലജ്ജിച്ച് പോകേണ്ടി വരികയില്ല. ആമേൻ. അപ്പോൾ ഈ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, സുവിശേഷം ശരിയായ സന്ദേശമായിരിക്കണം. രണ്ട്, സുവിശേഷത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. ആമേൻ. അതുകൊണ്ടാണ് റോമർക്കെതിരെ ലേഖനം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് എന്തില്ല? ലജ്ജയില്ല. സുവിശേഷം പറയുന്നതിനോട് എനിക്ക് ലജ്ജയില്ല. കാരണം ഈ സുവിശേഷത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ശക്തിയുണ്ട്. ദൈവത്തിന്റെ ശക്തിയുണ്ട്. അതിൽ ദൈവത്തിന്റെ നീതിയുണ്ട്. അപ്പോൾ യഥാർത്ഥ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവശക്തി വെളിപ്പെടുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഫോർമുലയാണ്, ദൈവശക്തി പ്ലസ് ദൈവത്തിന്റെ നീതി ഈസ് ഈക്വൽ ടു ഗോസ്പൽ. നമുക്കറിയാം പ്രിയരെ, ഈ ശരിക്കും ഞാൻ കഴിഞ്ഞ രാത്രിയില് അമർ സാറിന്റെ വീട്ടിലെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ തമ്മിലൊന്ന് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർക്കും. അതിൽ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശു ക്രിസ്തു വരും എന്നുള്ളതാണ്. പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശു കർത്താവ് വീണ്ടും വരും. നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗങ്ങളിലോട്ട് പ്രവേശിക്കുമ്പോൾ യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ട് 40 രാവും 40 പകലും ശിഷ്യന്മാരോടൊപ്പം ജീവിച്ചു. എന്തിനു വേണ്ടിയാണ്? ഒരു മനുഷ്യനെ പോലെ യേശു കർത്താവ് ഈ ഭൂമിയിൽ അവരോടൊപ്പം സംസാരിച്ചും സ്പർശിച്ചും ഭക്ഷിച്ചും ഒക്കെ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ, യേശു മരിച്ചവരുടെ കൂട്ടത്തിലല്ല, യേശു ജീവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ശിഷ്യന്മാർക്ക് ഒരു ഉറപ്പുണ്ടാകണം. ഒരു ഉറപ്പുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണമെങ്കിൽ ഞാൻ ചലിക്കണം, ഞാൻ സംസാരിക്കണം, ഞാൻ നിങ്ങളെ സ്പർശിക്കണം, ഞാൻ നിങ്ങളോടൊപ്പം ഭക്ഷിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളോടൊപ്പം ഞാൻ കൂടെ ഉണ്ടായിരിക്കണം. ഒരു ജീവിച്ചിരിക്കുന്ന, ഒരു ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ യേശു കർത്താവ് 40 ദിവസം അവരോട് കൂടെ ജീവിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, യേശു മരിച്ചിട്ടില്ല, യേശു ജീവിച്ചിട്ടുണ്ട്. കാരണം യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു കിംവദന്തി ഇറക്കി, യേശുവിന്റെ ശരീരത്തെ ശിഷ്യന്മാർ കല്ലറയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്നാൽ
യേശുവിന് ശിഷ്യന്മാരെ ഉറപ്പിക്കണമായിരുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന്. ആമേൻ. എന്തുകൊണ്ട് പ്രിയരെ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു ഇന്നും ജീവിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ആമേൻ. നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, യേശു ഇന്നും ജീവിക്കുന്നു എന്ന്. അപ്പോൾ യേശു എന്റെ കൂടെ നടക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടാകേണ്ട കാര്യമാണ്. അതിനുശേഷം യേശു കർത്താവ് ബെഥാനിയയിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ആമേൻ അവരെ എന്ത് ചെയ്തു? കൈവച്ച് അനുഗ്രഹിച്ചു. അവരെന്ത് ചെയ്തു? കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ആമേൻ, പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾ ലഭിക്കുന്നത് വരെ നഗരത്തിൽ എന്ത് ചെയ്യണം? പാർക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ള ഒരു ഉപദേശവും കൊടുത്ത് ഇവരെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? യേശു കർത്താവ് ആമേൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് ദൂതന്മാർ ആമേൻ ആട്ടിടയന്മാരോട് പറഞ്ഞൊരു സന്ദേശമാണ്, ആമേൻ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആമേൻ. ആ വാക്യത്തിന് ശേഷം ഈ പദം നമുക്ക് കാണുവാൻ കഴിയുന്നത് 24-ാം അധ്യായം 52-ാം വാക്യത്തിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ യേശു ജീവിക്കുന്നു എന്നും പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഉറപ്പ് കിട്ടിയതിനു ശേഷം യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹവും ഇവർ പ്രാപിച്ചതിന് ശേഷം ഇവർ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. അവർ എന്ത് വിശ്വസിച്ചു? അവർ എന്ത് വിശ്വസിച്ചു? ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? യേശു എന്താ വിശ്വസിച്ചത്? ശിഷ്യന്മാർ എന്താ വിശ്വസിച്ചത്? യേശു, ഹലോ, യേശു ജീവിക്കുന്നു. ആമേൻ. അവരെന്താ വിശ്വസിച്ചത്? യേശു ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കണം? യേശു ജീവിക്കുന്നു. ഈ യേശു എവിടെ പോയാലും ആമേൻ പുരുഷാരം യേശുവിന്റെ കൂടെ ചെല്ലുവാൻ ഒറ്റ റീസണേ ഉള്ളൂ, യേശു ജീവിക്കുന്നത്. അപ്പോൾ യേശു ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തു വരും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? യേശു കർത്താവ് നമുക്കൊരു വാക്ക് തന്നു, ആമേൻ, തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ ആര് വരും? യേശു വരും. അത് ഉറപ്പാണ്, വരും. ആമേൻ. അതിനെനിക്ക് സാഹചര്യങ്ങൾ ഒരു വിഷയമില്ല. ബൈബിൾ പറയുന്ന, പൗലോസ് പറയുന്നത്, ആമേൻ, രാത്രിയിൽ കള്ളൻ നമ്മുടെ പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല. ആമേൻ. അത് എപ്പോ വേണമെങ്കിലും വരാം, പ്രതീക്ഷിക്കണം. യേശുവിന്റെ വരവ് അങ്ങനെയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ വരവ് അങ്ങനെയാണ്. പക്ഷേ ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവായ കാര്യം, ആമേൻ, അടയാളങ്ങൾ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ ആത്മീയത. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനോട് പരീശന്മാർ ചെന്ന് ആമേൻ അടയാളം അന്വേഷിച്ചു. അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനുള്ള അടയാളം. അപ്പോൾ ഈ അടയാളം അന്വേഷിക്കുമ്പോൾ അതിനർത്ഥം ഇവർക്ക് എന്തിനെ വിശ്വാസമില്ല? ഇത് യേശു ആണെന്ന് അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ യേശു വരും എന്നുള്ളത് ഉറപ്പാണ്, അതൊരു ദൈവപൈതലിന്റെ വിശ്വാസമാണ്. പക്ഷേ യേശു കർത്താവിനോട് അടയാളം ചോദിച്ചു, ഒന്നുകിൽ നീ ആകാശത്തിൽ അടയാളം കാണിക്കും. എന്നാൽ യേശു പറഞ്ഞു, ഈ അടയാളം അന്വേഷിച്ചവർ ആരുടെ തലമുറ എന്നാണ്? അവിശ്വാസമുള്ള തലമുറ. അവിശ്വാസമുള്ള തലമുറ. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവിടെ മുഴുവനും പ്രസംഗിച്ചു യേശു വരാനുള്ള അടയാളമാണ്. കൊറോണ വന്നിട്ട് പോയി. അടുത്ത് ഇസ്രായേൽ പാലസ്തീനുമായിട്ട് യുദ്ധം വന്നു. അപ്പോഴും എല്ലാവരും പറഞ്ഞു യേശു വരുവാനുള്ള അടയാളമാണ്. ഒന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, യുദ്ധം വരും, ക്ഷാമം വരും. ആമേൻ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതെങ്കിലും നിങ്ങൾ വിശ്വസിക്ക്, കർത്താവ് വരും എന്നുള്ള കാര്യം. ഹല്ലേലൂയ. അവിടെ എനിക്ക് അത് അന്വേഷിക്കേണ്ട റീസൺ ഇല്ല. യുദ്ധം വന്നാലും വന്നില്ലെങ്കിലും കർത്താവ് വരും. ഇതാ ഈ പൗലോസിന്റെ വിശ്വാസം അതാണ്. പൗലോസിന് ഉറപ്പുണ്ടത്. പൗലോസ് പറഞ്ഞു ഇപ്പോൾ കർത്താവ് വരുമെന്ന്. ആമേൻ. അപ്പോൾ അടയാളം അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ എണ്ണപ്പെടേണ്ടത്. അടയാളത്തിനും അപ്പുറം ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്തിൽ വിശ്വസിക്കുക? ഞാൻ ചോദിക്കട്ടെ, യോഹന്നാൻ പറഞ്ഞൊരു വളരെ ശക്തമേറിയ വെളിപ്പാടാണ്. ആദിയിൽ വചനം. വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ
ശബ്ദം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമാണ് കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വരും എന്നുള്ളത്. എനിക്ക് അതിന് അടയാളത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഈ വചനം നിറവേറും എന്നുള്ളത്. ആമേൻ. അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് കടന്നു പോകുമ്പോൾ, പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് ആദ്യം കൊടുത്തൊരു ഉപദേശമാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ഇതിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കുക. ഒന്നാമത്തെ പാർട്ട് യേശു തരുന്ന ഉറപ്പ്. രണ്ടാമത്തെ പാർട്ട് നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം. അപ്പോൾ യേശു തന്ന ഒരു ഉറപ്പാണ്. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് യേശു കർത്താവ് തന്ന ഒരു ഉറപ്പാണ്. പിതാവ് ആരെ അയക്കും? പരിശുദ്ധാത്മാവിനെ അയക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അതിനുവേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഒന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവവേല ചെയ്യാൻ കഴിയത്തില്ല. ഹലോ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പരിശുദ്ധാത്മാവിനെ കൂടാതെ പ്രസംഗിക്കാൻ കഴിയും, പക്ഷെ പരിശുദ്ധാത്മാവില്ലാത്ത പ്രസംഗം ആരെയും മാനസാന്തരപ്പെടുത്തുകയില്ല. പരിശുദ്ധാത്മാവില്ലാത്ത പ്രസംഗത്തിനകത്ത് അത്ഭുതം നടക്കത്തില്ല. ആമേൻ. അനവധി പുരോഹിതന്മാരുണ്ട്, അനവധി വേദ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി പഠിച്ച് സർച്ച് ചെയ്ത് മെസ്സേജുകൾ തയ്യാറാക്കാറുണ്ട്, പുസ്തകം എഴുതാറുണ്ട്. പക്ഷെ ഇന്ന് വരെ അവരുടെ മെസ്സേജ് കേട്ട് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെ പുസ്തകം വായിച്ച് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. KP കേശവമേനോന്റെ യേശുദേവൻ എന്ന പുസ്തകം 10,000 പ്രിന്റ് ചെയ്തിറക്കി. പക്ഷെ ഇന്ന് വരെ ആ പുസ്തകം വായിച്ച് ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ട വേദപുസ്തകം വായിച്ച് ലക്ഷങ്ങൾ കോടികൾ രക്ഷിക്കപ്പെട്ടു എങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ആധാരമായി ഇരിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയത്രേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയരെ, പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾ ആരോടൊക്കെ സുവിശേഷം പറഞ്ഞാലും അവിടെ ഒന്നും സംഭവിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ദൈവശക്തി നമ്മൾ പ്രാപിക്കണം. കാരണം ആമേൻ, അടുത്തൊരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയായിരിക്കും. ഹല്ലേലൂയ. സുവിശേഷത്തിനകത്ത് എന്ത് വ്യാപരിക്കണം? ദൈവശക്തി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം പഠിക്കുമ്പോൾ ലുസ്ത്രയിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ആമേൻ, ജന്മന അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് മുടന്തനായ മനുഷ്യൻ, ആമേൻ, ഹല്ലേലൂയ, ആ മനുഷ്യനോട് പൗലോസ് വിളിച്ചു പറയുകയാണ്, ആമേൻ, നിന്റെ അകത്ത് സൗഖ്യമാകുവാൻ, എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം ഉളവായി എന്ന് ഞാൻ അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ഇതാണ് പ്രിയരെ പൗലോസിന്റെ സുവിശേഷത്തിൽ വ്യാപരിച്ച ദൈവശക്തി. അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യന്റെ അസ്ഥികളെ നിവർത്തുവാനും അസ്ഥികളെ ബലപ്പെടുത്തിക്കുവാനും തക്കവണ്ണം ദൈവശക്തി വ്യാപരിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, പരിശുദ്ധാത്മാവില്ലാത്ത സുവിശേഷ പ്രസംഗം സകലതും വ്യർത്ഥമത്രേ. ആമേൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുവിശേഷ പ്രസംഗത്തിന്റെ റൂട്ടുകളെല്ലാം മാറുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷം എടുത്ത് പരിശോധിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് കൊരിന്ത്യ സഭയോട്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുകയാണ്. വേദപുസ്തകത്തിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആമേൻ. വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരുപാട് പേരുണ്ട്. അബ്രഹാമുണ്ട്, ഏലിയാവുണ്ട്, എലീശയുണ്ട്, ദാവീദുണ്ട്, ആമേൻ, ഹല്ലേലൂയ, യെശയ്യാവുണ്ട്, യിരെമ്യാവുണ്ട്, ആമേൻ, പൗലോസുണ്ട്, പത്രോസുണ്ട്. പക്ഷേ സുവിശേഷത്തിന്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് യേശു എന്നുള്ളതായി
ആയിരിക്കണം. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നതും യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആവശ്യമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ളത്. പക്ഷെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ട സ്ഥലത്ത് കാത്തിരുന്നേ മതിയാകൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിങ്ങളൊന്ന് പാട്ടുപാടി നോക്കിക്കേ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവിൽ നിങ്ങളൊന്ന് ബൈബിൾ വായിച്ചു നോക്കിക്കേ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവിൽ നിങ്ങളൊന്ന് ആരാധിച്ചു നോക്കിക്കേ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. മണിക്കൂർ കണക്കിന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ അത് മനുഷ്യരുടെ ജൽപ്പനങ്ങളായി മാറിപ്പോകും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നീ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ അത്ഭുതം സംഭവിക്കും. അതുകൊണ്ടാണ് ശതാധിപനായ മനുഷ്യൻ പറഞ്ഞത്, യേശുവേ നിന്റെ ഒരു വാക്ക് മതി. ആ വാക്കിനകത്തൊരു അധികാരമുണ്ട്, ആ വാക്കിനകത്തൊരു ശക്തിയുണ്ട്. ആ ശക്തിയും അധികാരവുമുള്ള നിന്റെ ഒരു വാക്കുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പോലും നീ വരേണ്ട കാര്യമില്ല, എന്റെ ദാസനെ നീ കൈവെക്കേണ്ട കാര്യമില്ല, എന്റെ ദാസനെ നീ അവൻ കാലുലിയെ സൗഖ്യമാകുമെന്ന് പറയേണ്ട കാര്യമില്ല. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ഭവനത്തിനകത്ത് അത്ഭുതം നടക്കും. നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ദൈവവേല ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ദൈവവേല ചെയ്യാമെന്ന് ആരും നിരൂപിക്കരുത്, ആരും ചിന്തിക്കരുത്. കാരണം പരിശുദ്ധാത്മാവില്ല എന്നുണ്ടെങ്കിൽ ആമേൻ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ഇന്ന് സുബിൻ ബ്രദർ ഒരു സാക്ഷ്യം പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജബി ഒരു സാക്ഷ്യം പറഞ്ഞു. രണ്ട് സാക്ഷ്യം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ജബി പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. താൻ ബിടെക്കിന് താൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന യൗവന മക്കളെല്ലാം കേൾക്കേണ്ട ഒരു സാക്ഷ്യമാണത്. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. ആ കോളേജിൽ നെഹ്റു കോളേജില് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. ചില ദൈവമക്കൾ ഒരുമിച്ച് ആമേൻ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം. അരമണിക്കൂറേ ഉള്ളൂ, പക്ഷെ അരമണിക്കൂറിൽ അവർ പ്രാർത്ഥിക്കും, വചനം പറയും, ആരാധിക്കും, എല്ലാം ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കോളേജിൽ ഒരു സെക്യുലർ പ്രോഗ്രാം ഉണ്ടായി. ആമേൻ, ഹല്ലേലൂയ. ജബിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി, എനിക്കും എന്ത് ചെയ്യണം, പങ്കെടുക്കണം, ആമേൻ, എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം. കോളേജിൽ ആമേൻ നടക്കുന്നത് സിനിമാ പാട്ടുകളാണ് പാടുന്നത്, കീബോർഡ് വായിച്ചാൽ സിനിമാ പാട്ട്, നൃത്തം ചെയ്യുന്നത് സിനിമാ പാട്ട്. ജബിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ആമേൻ, ഹല്ലേലൂയ, എനിക്കതൊന്ന് പങ്കെടുക്കണം, പേര് കൊടുക്കണമെന്ന്. അങ്ങനെ ജബി പേര് കൊടുക്കുവാൻ പോകുമ്പോൾ ജബിയെ പ്രയർ ഗ്രൂപ്പിലോട്ട് ക്ഷണിച്ച ഒരു ബ്രദർ ഉണ്ട്, അത് പേരുണ്ടോ? ഭാസ്കർ. ബ്രദർ ഭാസ്കർ ജബിയോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? ജബി പറഞ്ഞു, ഞാനൊരു പ്രോഗ്രാമിന് പേര് കൊടുക്കുവാൻ പോകുന്നു. പക്ഷെ ജബിയോട് ഭാസ്കർ പറഞ്ഞു, അത് നമുക്കുള്ളതല്ല. ആമേൻ, ആമേൻ, അത് നമുക്കുള്ളതല്ല, അത് ദൈവത്തെ അറിയാത്തവർക്കുള്ളതാ. ആമേൻ, അകത്ത് പരിശുദ്ധാത്മാവുള്ളവർക്ക്. ആമേൻ, ഇന്ന് ആമേൻ സുബിൻ ബ്രദർ പറഞ്ഞു, ഒരു സമയം സുബിൻ ബ്രദർ ആമേൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമായിരുന്നു, സിനിമ പാട്ട് പാടുമായിരുന്നു, മിമിക്സ് ചെയ്യുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ആമേൻ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് സിനിമാ പാട്ട് പാടാനുള്ള ഒരു ധ്വന വരും. പക്ഷേ പരിശുദ്ധാത്മാവ് അതിനെ തടയും, പരിശുദ്ധാത്മാവ് അതിനെ വിലക്ക്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ലോകം ആമേൻ ലോകത്തിൽ സെക്യുലർ പ്രോഗ്രാംസ് നടക്കും. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ സെക്യുലർ പ്രോഗ്രാംസ് നടക്കും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടുകാർ ആമേൻ അങ്ങനെയുള്ളവർ ആയിരിക്കാം. പക്ഷെ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ അതിനോട് കൈ കൊടുക്കത്തില്ല, നീ അതിനോട് കൈ കൊടുക്കത്തില്ല, നീ അതിനോട് ചേരത്തില്ല. നിന്റെ കൂട്ടുകാർ സിനിമ തിയേറ്ററിൽ ചെന്നിരുന്ന് സിനിമ കണ്ട് രസിക്കുന്നവരായിരിക്കും. പക്ഷെ നിനക്ക് അതിനോട് പോകാൻ പറ്റത്തില്ല, നിനക്ക് അതിനോട് കൈ കൊടുക്കുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെടുത്തുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആമേൻ, യേശു കർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക. യേശു കർത്താവ് കാൽവരി ക്രൂശിലോട്ട് യാത്ര ചെയ്യുമ്പോൾ കരയുന്ന അമ്മമാരെ നോക്കിയിട്ട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നിങ്ങൾ നഗരം വിട്ട് വാങ്ങിപ്പോകാതെ കാത്തിരിക്കുക.
ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, എന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ വെളിപ്പാട് പറയാ. ന്യായപ്രമാണത്തിനകത്ത് യേശു ജീവിച്ചപ്പോൾ പറഞ്ഞു മക്കളെ ചൊല്ലി കരയുക. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തു വന്ന് കൃപയിലോട്ട് കയറിയപ്പോൾ യേശു കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ്, നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ രക്ഷപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, മനുഷ്യന് നാച്ചുറൽ ആയിട്ടൊരു ബലമുണ്ട്, അല്ലെ? മനുഷ്യന് നാച്ചുറൽ ആയിട്ടൊരു ബലമുണ്ട്, നാച്ചുറൽ ആയിട്ടൊരു കഴിവുണ്ട്, എല്ലാം ഉണ്ട്. ആമേൻ. കാരണം പ്രകൃതിയ അവർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ. ചില കഴിവുകൾ, ചില ബലം, ആമേൻ, ഇതെല്ലാം പ്രകൃതിയാ ലഭിക്കുന്നതാണ്. അപ്പനും അമ്മയും പാട്ടുകാരാണെങ്കിൽ ചിലപ്പോൾ മക്കൾ പാട്ടുകാരായെന്ന് വരാം. ആമേൻ, ഹല്ലേലൂയ. അമ്മയുടെ കഴിവ് മക്കൾക്ക് കൈമാറി കിട്ടിയെന്ന് വരാം, അപ്പന്റെ കഴിവ് മക്കൾക്ക് കൈമാറി കിട്ടിയെന്ന് വരാം. ഇത് പ്രകൃതിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. എന്നാൽ പ്രകൃതിയാ നിനക്ക് ലഭിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് നിന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾ വ്യത്യസ്തരായിട്ട് മാറും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തരായിട്ട് മാറും, നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തരായിട്ട് മാറും, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങൾ വ്യത്യസ്തരായിട്ട് മാറും. ഹല്ലേലൂയ, ആമേൻ. എന്തുകൊണ്ട് പ്രിയരെ നമ്മൾ അത്തരത്തിലൊരു സൂപ്പർ നാച്ചുറൽ മേഖലയിലോട്ട് പ്രവേശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാത്തതിന്റെ റീസൺ എന്തെന്നറിയാമോ? നമ്മുടെ കണ്ണുകൾ എപ്പോഴും എവിടെയെന്നറിയാമോ? ലോകത്തിലാണ്. ലോകത്തിൽ ചില പ്രശസ്തിയിലോട്ട് എത്തിയ ആൾക്കാരിലേക്ക്, ലോകത്തിൽ ചില ഉയർച്ചകളിലോട്ട് എത്തിയ ആൾക്കാരിലേക്ക്. ഒരു സമയത്ത് ലോകത്തിലെ 1-ാം നമ്പർ ഓട്ടക്കാരനായിരുന്നു ഉസൈൻ ബോൾട്ട്. എന്നാൽ പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ, ആ 1-ാം നമ്പർ സ്ഥാനം നിലനിർത്തുവാൻ ഉസൈൻ ബോൾട്ടിന് 1-2 പ്രാവശ്യം മാത്രമേ സാധിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന്റെ പേശികൾ വലിയുവാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ അസ്ഥികൾ നിർവീര്യമാകുവാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹം ഓട്ടക്കളത്തിൽ നിന്നാൽ അദ്ദേഹം ഏറ്റവും പിറകിലായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബലം ക്ഷയിച്ചുപോയി. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ബലം ക്ഷയിച്ചുപോയി? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തി നഷ്ടപ്പെട്ടു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് പ്രകൃതിയാൽ ലഭ്യമായതാണ്, അത് നാച്ചുറൽ ആയിട്ട് ലഭിച്ചതാണ്. ആമേൻ. നാച്ചുറലായി ലഭിച്ച അസ്ഥികൾ ക്ഷയിച്ചു പോകുക, നാച്ചുറലായി ലഭിച്ച നെർവുകൾ ക്ഷയിച്ചു പോകുക, ഈ ബലമെല്ലാം നഷ്ടപ്പെട്ടു പോകുക, ഈ മുടിയെല്ലാം വെളുത്തു പോകുക. ആമേൻ. നമ്മുടെ കണ്ണിന് കാഴ്ച കുറയുക, നമ്മുടെ പല്ലിന്റെ ബലം പോകും, അസ്ഥിയുടെ ബലം പോകും. ഇയ്യോബ് പറഞ്ഞു ഈ മാംസം അഴുകി പോകും, ഈ അസ്ഥി ദ്രവിച്ചു പോകും. എന്നാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് നിനക്ക് ലഭിക്കുന്ന ബലം അത് നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് ക്ഷയിച്ചു പോകത്തില്ല. ആമേൻ. വളരെ വ്യക്തമായിട്ട് പറയട്ടെ പ്രിയരെ, മനുഷ്യന് പ്രകൃതിയാൽ നാച്ചുറലായിട്ട് ലഭിക്കാത്ത ഒരു ബലം ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് തരുവാൻ കഴിയും. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു സ്പിരിച്വൽ പവർ, ഒരു ആത്മീയ ശക്തി, അത് മറ്റുള്ളവരിൽ നമ്മെ വ്യത്യസ്തരാക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ? ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ ശുശ്രൂഷയെ വളർന്നു വന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ഒരു ആരാധന പുരുഷനായിരുന്നു ബെന്നിഹിനെ പോലെ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ആരംഭ കാലഘട്ടത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്കറിയാം, ബെന്നിഹിൻ കോട്ട് വീശുന്നത് പോലെ ഞാൻ വീശും. കാരണം ഞാൻ കോട്ട് വീശുമ്പോൾ ജനം തെറിക്കണം, അവൻ കർച്ചീഫ് വീശുമ്പോൾ ജനം തെറിക്കണം, അതൊക്കെ സംഭവിക്കും. പക്ഷെ എന്നോട് എന്റെ കർത്താവ് ഇടപെട്ട രീതിയാണ്, ബെന്നിഹിനെ പോലെ ആകാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, ബെന്നിഹിൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ്. എന്നാൽ ബെന്നിഹിന്റെ മേലുള്ള ദൈവിക പദ്ധതിയല്ല എനിക്ക് നിന്റെ മേലുള്ളത്, നീ ആയിത്തീരേണ്ടത് എന്റെ ഹിതപ്രകാരമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, കർത്താവേ, അവിടുത്തെ ഹിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നിങ്ങളുടെ തലമുറകളെ സുനിൽ പാസ്റ്ററേക്കാൾ അല്ലെങ്കിൽ സാം പാസ്റ്ററേക്കാൾ പോലെ വളർത്തണമെന്നല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി, ആ ഹിതം നിങ്ങളുടെ തലമുറകളുടെ മേൽ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ നാച്ചുറലായിട്ട് നിന്റെ തലമുറകൾക്ക് ലഭിച്ച ചില ബലങ്ങളിൽ നിന്നും അപ്പുറമായിട്ട്, ചില കഴിവുകളിൽ നിന്ന് അപ്പുറമായിട്ട് നിന്റെ തലമുറകൾ മാറണമെങ്കിൽ ഒറ്റ റീസണേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളോട് വചനം പ്രസംഗിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിലായിരിക്കണം.
നിങ്ങൾക്ക് നേതൃത്വം തരുന്ന വ്യക്തി പരിശുദ്ധാത്മാവിലായിരിക്കണം. ഞാൻ പറയട്ടെ പ്രിയരെ, അഭിഷേകത്തിൽ യാത്ര ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ നിങ്ങളൊന്നും അഭിഷേകത്തിൽ കയറി വരത്തില്ല. ആമേൻ. പ്രസംഗത്തിനല്ല പ്രാധാന്യം, അഭിഷേകത്തിന് പ്രാധാന്യം. പാട്ടിനല്ല പ്രാധാന്യം, അഭിഷേകത്തിന് പ്രാധാന്യം. ഇവിടെ ഞങ്ങളുടെ വർഷിപ്പ് ടീം നല്ല പാടുന്നുണ്ട്, പക്ഷേ എനിക്ക് ആവശ്യം നല്ല പാട്ടല്ല. ഞാൻ ഇവരോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആവശ്യം നിങ്ങളുടെ നല്ല പാട്ടല്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആമേൻ കഴിവുണ്ട്. ആ ശബ്ദത്തിന്റെ കഴിവ് അതിനനുസരിച്ച് പ്ലസ് അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ട് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാം. നിങ്ങളുടെ പാട്ട് മതി അനവധി പേരെ സ്വാധീനിക്കുവാൻ. നിങ്ങളുടെ പാട്ട് മതി അനവധി പേരെ രക്ഷയോട്ട് കൊണ്ടുവരുവാൻ. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, എന്റെ സാക്ഷി പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തത് ഒരു സോങ്, ഒരു മനുഷ്യന് ഒരു ദൈവം കൊടുത്ത ഒരു പാട്ടാണ് ഞാൻ മാനസാന്തരത്തിലോട്ട് വരുവാൻ ഇടയായിത്തീർന്നു. ദൈവദാസന്മാരുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ പോലും പോകാൻ താല്പര്യമില്ലാതിരുന്ന പരിശുദ്ധാത്മാവിന്റെ ആമേൻ ഒരു സ്പർശനം അനവധി പ്രാവശ്യം ലൈഫിനകത്ത് വന്നിട്ടും പാസ്റ്റർമാരെ ദേഹത്ത് കൈവയ്പാൻ നല്ല ബോധത്തിൽ അനുവദിക്കാതെ മുന്നോട്ട് പോയ വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ 6ാമത്തെ ദിവസം ആമേൻ ഒരു പാട്ട് എന്നെ സ്പർശിച്ചു. ആമേൻ. എന്താ കാര്യം പ്രിയരെ? ആ പാട്ടിനകത്ത് വ്യാപരിച്ച ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പ്രസംഗത്തിന് എന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ അഭിഷേകത്തോടുകൂടെ ഒരു മനുഷ്യൻ പാടിയപ്പോൾ ആ പാട്ട് എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ഇത് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല, ഇത് അഭിഷേകത്തെ വെളിപ്പെടുത്തുവാനുള്ള വേദിയാണ്. നിങ്ങൾ പാടുമ്പോഴും നിങ്ങൾ പ്രസംഗിക്കുമ്പോഴും അതരത്തിൽ നിന്നുള്ള ശബ്ദമല്ല പുറത്തേക്ക് വരേണ്ടത്, അതരത്തിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദത്തോടൊപ്പം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടെ പുറത്തേക്ക് വന്നാൽ അനവധി പേരെ സ്പർശിക്കുവാൻ കഴിയും, അനവധി പേരെ സ്വാധീനിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോൾ ആമേൻ, നാച്ചുറൽ ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ബലത്തെക്കാളും ജ്ഞാനത്തെക്കാളും കഴിവിനേക്കാളും ഒക്കെ മറ്റുള്ളവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് കഴിയും. ആമേൻ. നമുക്കറിയാം പ്രിയരെ, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന ഒരു പദമുണ്ട്. ആമേൻ. യേശു കർത്താവ് പറയുന്ന ഒരു പദമാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോടും എന്റെ സാക്ഷികളാണ്. ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ ദൈവത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യോഹന്നാന്റെ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ തൊട്ടറിഞ്ഞതുമായ ജീവന്റെ വചനത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ അത് അനുഭവമാണ്. ആമേൻ. അത് അനുഭവമാണ്. 1 ഞാൻ കണ്ടു, 2 കേട്ടു, 3 അനുഭവിച്ചു. ഇതാണ് സാക്ഷ്യം. അപ്പോൾ ഇവിടെ ബൈബിൾ പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് പ്രാപിക്കും? നിങ്ങൾ എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. ഈ ശക്തി എവിടെ നിന്നാ വരുന്നത്? ഉയരത്തിൽ നിന്ന്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ, ഇത് ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടത്തില്ല. ആമേൻ. ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൈമാറുന്നതാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്ത അനവധി ഡിനോമിനേഷനുകളുണ്ട്. ബ്രദറൻസുകാർ അംഗീകരിക്കുന്നില്ല, സഹോദരക്കാർ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നില്ല, യഹോവ സാക്ഷിക്കാർ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നില്ല. അവരൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളോടുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിലച്ചു എന്നാണ്. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവസാനിച്ചു എന്നല്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുമെന്ന്, നിങ്ങളുടെ യൗവന മക്കൾ ദർശനങ്ങൾ കാണുമെന്ന്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്നും വേദപുസ്തകത്തിനകത്ത് ദൈവശബ്ദം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളാം, അത് അവസാനിച്ചിട്ടില്ല, അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിച്ചു തുടങ്ങും, നമ്മുടെ യൗവന മക്കൾ ദർശനങ്ങൾ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും.
ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുക പരിശുദ്ധാത്മാവ് വരും, വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. എന്തിനൊക്കെയാണ് ശക്തി ലഭിക്കുവാൻ? എന്തിനൊക്കെയാണ് ശക്തി ലഭിക്കേണ്ടത്? ഈ ദുഷിച്ച ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആമേൻ, ഒന്ന് ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ. ഒന്ന് എന്തിനാണ്? ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ. അപ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷികളാകണമെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയരെ, ഞാൻ കാണാത്ത കാര്യം എനിക്ക് കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ കേട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ അറിഞ്ഞ കാര്യം അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചേ മതിയാകൂ. ക്രിസ്തുവിനെ അനുഭവിച്ചേ മതിയാകൂ. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ കാണണം, ഞാൻ ക്രിസ്തുവിനെ കേൾക്കണം, ഞാൻ ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ റീസൺ ക്രിസ്തുവിന്റെ സാക്ഷികളാകണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ എല്ലാവരും ആരാകുന്നു? ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നു. ഞാൻ പറയട്ടെ പ്രിയരെ, ഇന്ന് ഞാന് ഈ വിശ്വാസികളല്ലാത്തവരുടെ ഇടയിൽ ചെന്ന് ഞാൻ പറയുകയാണ്, ദൈവം എന്നോട് സംസാരിച്ചു. വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ല. അവർ ഒരിക്കലും വിശ്വസിക്കത്തില്ല. പിന്നെ ഇവനോടാണോ ദൈവം സംസാരിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കത്തുള്ളൂ. ആമേൻ. സുബിൻ ബ്രദർ ഇന്നത്തെ മെസ്സേജിൽ പറഞ്ഞൊരു ഇതാണ്. ആമേൻ. അദ്ദേഹം ഒരിക്കൽ അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ദൈവദാസന്മാർ ദൈവം തന്നോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ തന്റെ ജീവിതത്തിനകത്ത് അതൊരു അനുഭവമായി മാറിയപ്പോൾ തനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. താൻ പറയുന്നു, ദൈവം എന്നോട് സംസാരിച്ചു. അത് അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണിയാണ്, അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്. പക്ഷേ സർവശക്തനായ ദൈവത്തിന്, വിശുദ്ധന്മാരിൽ അതിഭയങ്കരനായ ദൈവത്തിന് എന്നോടും നിന്നോടും ഇടപെടണമെങ്കിൽ വിശുദ്ധയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നിന്റെ അകത്തില്ലാതെ ഒരിക്കലും ദൈവം നിങ്ങളോട് സംസാരിക്കത്തില്ല. ദൈവം സാധാ ജനങ്ങളോട് സംസാരിപ്പാൻ ദൈവം ഉപയോഗിക്കുന്ന മാധ്യമമാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ മേലും നിങ്ങളുടെ മേലും അയച്ചതിന് ശേഷം ആത്മാവെന്ന ചാലകം വഴി നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. എന്റെ അകത്ത് ദൈവാത്മാവ് വസിക്കുമ്പോൾ എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും, ദൈവം എന്നോട് സംസാരിച്ചു. ആമേൻ. ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ. രണ്ട്, ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുവാൻ. ഒന്ന്, ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ. രണ്ട്, ക്രിസ്തുവിന് വേണ്ടി സംസാരിപ്പാൻ. ആമേൻ. വേദപുസ്തകം പഠിക്കുമ്പോൾ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം നമ്മെ ഈ ഭൂമിയിൽ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജനത്തെ ആരും തെറ്റിച്ച് കളയാതിരിക്കാൻ വേണ്ടിയാണ്, ആരും ചൂഷണം ചെയ്യാതിരിക്കാനാണ്. അതിനുവേണ്ടി യേശു കർത്താവ് തനിക്ക് പകരക്കാരായിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും, ഈ ഭൂമിയിൽ ഞാൻ യേശുവിന്റെ പകരക്കാരനാണ്. ആമേൻ. ഞാൻ എറൈസൻ ഷൈനിന്റെ പകരക്കാരനല്ല, ഞാൻ സുനിൽ പാസ്റ്ററുടെ പകരക്കാരനല്ല, ഞാൻ യേശുവിന്റെ പകരക്കാരനാണ്. യേശു പറയുന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം ഞാൻ യേശുവിന്റെ ഡമ്മിയാണ്, യേശുവിന്റെ പകരക്കാരനാണ്. പക്ഷെ യേശുവിന് വേണ്ടി ലോകത്തോട് എനിക്ക് സംസാരിക്കണമെങ്കിൽ എന്റെ അകത്ത് ആര് വേണം? ആമേൻ. നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. യേശു സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയത്തില്ല. പക്ഷെ യേശു സംസാരിക്കുന്നത് ആർക്ക് കേൾക്കാം? പരിശുദ്ധാത്മാവിന് കേൾക്കാം. റൂട്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ. ഇന്ന് എന്റെ അകത്തിരിക്കുന്നത് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ യേശു പറയുന്നത് പരിശുദ്ധാത്മാവ് കേൾക്കുന്നു, പരിശുദ്ധാത്മാവ് അതെനിക്ക് കൈമാറുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ദൈവാത്മാവിലല്ലാതെ ആർക്കും ഒരിക്കലും യേശുവിനെ അത് പൗലോസ് പറയെ കർത്താവ് എന്ന് ഏറ്റു പറയുവാൻ സാധിക്കത്തില്ല. പത്രോസ് പറയുന്നത് പ്രവചനമെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവാത്മാവിലാകുന്നു അവർ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയരെ, പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും നമുക്ക് യേശുവിന് പകരക്കാരനാകുവാൻ കഴിയത്തില്ല. നമുക്കറിയാം പ്രിയരെ, പല പ്രശ്നങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാക്കാൻ പഞ്ചായത്ത് മെമ്പർമാർ വരും, ആമേൻ, രാഷ്ട്രീയ നേതാക്കൾ വരും, ബന്ധുക്കൾ വരും. ഇവരൊക്കെ ആർക്ക് പകരക്കാരായിട്ടാണ് വരുന്നത്? ഒന്നുകിൽ ആമേൻ ഒരു വിഭാഗത്തിന്റെ വാദിയുടെ പകരക്കാരായിട്ടാണ്, അല്ലെങ്കിൽ പ്രതിയുടെ പകരക്കാരായിട്ടാണ്. എന്നാൽ ദൈവം നമ്മെ ഒരിടത്ത് അയക്കുന്നത്
വാദിയുടെ പകരക്കാരുമായിട്ടുമല്ല, പ്രതിയുടെ പകരക്കാരുമായിട്ടുമല്ല, യേശുവിന്റെ പകരക്കാരായിട്ടാണ്. യേശുവിന്റെ പകരക്കാരായിട്ടാണ്. എന്റെ ആത്മീയ പിതാവ് പഠിപ്പിച്ച ഒരു പദമാണ്, അല്ലെങ്കിൽ ഒരു പാഠമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്ന ഇടത്ത് പാസ്റ്റർ ഒത്തുതീർപ്പാക്കാൻ പോകരുത്. എന്താ റീസൺ എന്നറിയാമോ? ആരെ സപ്പോർട്ട് ചെയ്ത് പാസ്റ്റർ സംസാരിക്കും? അതിന്റെ അടുത്ത കാര്യം ഞാൻ പറയാം. ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് പാസ്റ്റർ സംസാരിച്ചാൽ ഭർത്താവ് പാസ്റ്റർക്ക് എതിരാകും. ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് പാസ്റ്റർ സംസാരിച്ചാൽ ഭാര്യ എതിരാകും. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഭാര്യയ്ക്ക് പകരക്കാരനായിട്ടും പോകരുത്, ഭർത്താവിന് പകരക്കാരനായിട്ടും പോകരുത്. ഭാര്യയുടെ വാക്ക് കേൾക്കുമ്പോൾ നിനക്ക് തോന്നും അതാണ് ന്യായമെന്ന്, പുരുഷന്റെ വാക്ക് കേൾക്കുമ്പോൾ നിനക്ക് തോന്നും അതാണ് ന്യായമാണെന്ന്. നിനക്ക് ന്യായമുള്ള ഭാഗത്ത് നിന്ന് സംസാരിപ്പാനല്ല ഒരു ദൈവ പുരുഷനെ ദൈവം ഭവനത്തിലോട്ട് അയക്കുന്നത്. ഇവരുടെയും രണ്ടിന്റെയും നടുവിൽ ഇവരെ കൂട്ടിയോജിപ്പിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ അവന്റെ പകരക്കാരനായിട്ടാണ് പോകേണ്ടത്. നീ ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാലും, നീ എവിടെ പോയാലും അവിടെ യേശുവിന്റെ പകരക്കാരനായിട്ട് പോകണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പകരക്കാരനായിട്ട് പോകരുത്. അവിടെ നീ പരാജയപ്പെട്ടു പോകും, അവിടെ എതിർപ്പുകൾ ഉണ്ടാകും. എന്നാൽ നീ യേശുവിന്റെ പകരക്കാരനായിട്ട് പോയാൽ, എക്സാമ്പിൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഒരു പാപിനിയായ സ്ത്രീയെ പുരുഷാരം കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ ഉദ്ദേശം രണ്ടായിരുന്നു. ഒന്ന്, യേശുവിനെ പരീക്ഷിക്കുക. രണ്ട്, ഇവളെ ന്യായം വിധിക്കുക. എന്നാൽ യേശു അവിടെ ദൈവത്തിന്റെ റെപ്രസെന്റീവായിട്ട്, ന്യായപ്രമാണത്തിന്റെ പകരക്കാരനായിട്ട് നിന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട്: നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പാപം ചെയ്യാതെ ഉണ്ടെങ്കിൽ ഇവളെ കല്ലെറിഞ്ഞു കൊടുക്കുക. ഇതാ ദൈവത്തിന്റെ വാക്ക്. ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് സംസാരിപ്പാൻ ആ സമയത്ത് ദൈവം നിങ്ങളുടെ നാവിൽ വാക്കുകൾ തരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു പക്ഷത്തിന് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. പരിശുദ്ധാത്മാവിൽ അല്ലാതെ ക്രിസ്തുവിന് വേണ്ടി സംസാരിപ്പാൻ നമുക്ക് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമേ പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ പകരക്കാരാകുവാൻ കഴിയത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തുവിന്റെ പകരക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ക്രിസ്തുവിന്റെ പകരക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, ആമേൻ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും. ഈ കൊരിന്ത്യ സഭക്കാർ പരിശുദ്ധാത്മാവില്ലാത്തവരാണോ? അതിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്, കൃപാവരങ്ങളുണ്ട്, അതിനകത്ത് രോഗശാന്തി നടക്കുന്നുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്റെ അനുകാരികളായി തീരണം. ഇവർക്ക് എങ്ങനെ ജീവിക്കണമെന്നറിയത്തില്ല, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയത്തില്ല. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ അനുകാരികളായി തീരണമെങ്കിൽ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന എന്റെ അനുകാരിയായി തീരുവാൻ. അങ്ങനെയെങ്കിൽ പ്രിയരെ, കൊരിന്ത്യ സഭയെ സ്ഥാപിപ്പാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച പൗലോസ് ക്രിസ്തുവിന്റെ അനുകാരി ആയതുകൊണ്ടാണ് പൗലോസിന് അത് ധൈര്യത്തോടെ പറയുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ സഭയിലെ ഒരു ഇടയ ശുശ്രൂഷ വഹിപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഞാന്, ആമേൻ, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ സഞ്ചരിച്ചില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇടർച്ചയുണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ എഴുതി വെച്ചത്, ഇടർച്ചയുണ്ടാക്കുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം, അയ്യോ ഹാ കഷ്ടം. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും പ്രിയരെ, നമുക്ക് പറയുവാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്, ഒരുപാട് വാദങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്ര രീതികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായമുള്ളതായിരിക്കാം, പക്ഷേ നിങ്ങളുടെ വസ്ത്രധാരണം മറ്റൊരാൾക്ക് ഇടർച്ചയാകുന്നുണ്ട്. ആമേൻ. ഞാൻ എടുത്തു പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത് പ്രിയരെ. ആമേൻ. നമ്മുടെ ചർച്ചില് പല കുഞ്ഞുങ്ങളും ഭയങ്കരമായിട്ട് പ്ലാറ്റ്ഫോമിൽ കയറിയ ഭയങ്കര പെർഫോമൻസ് ആണ്. പക്ഷേ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ, അവരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ ലജ്ജിച്ചു പോകേണ്ടി വരും. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ആർക്കാ മാതൃകയാകേണ്ടത്? അവർ പറയുന്ന ഇതിലെന്താ തെറ്റ് പാസ്റ്ററേ? ഒരു തെറ്റുമില്ല. പക്ഷേ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന ചേച്ചിക്ക് ഇടാമെങ്കിൽ എനിക്കും തെറ്റുകൂടാ, ഇന്ന ബ്രദറിന് ഇടാമെങ്കിൽ എനിക്കും തെറ്റുകൂടാ. അതിനർത്ഥം നീ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇടർച്ച വരുത്തി എന്നാണ്, ആ തലമുറയ്ക്ക് ഒരു ഇടർച്ച വരുത്തിയാണ്. നിന്നെ നോക്കുന്ന ഒരു കൂട്ടമുണ്ട്, നിന്നെ പ്രതികരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർ
പോകുമ്പോൾ സഭയിൽ മുൻനിരയിൽ നിൽക്കുന്നവർ, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ സിനിമാ പാട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞങ്ങൾ ഇട്ടാൽ എന്താ തെറ്റ്? ഹലോ, മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞു വന്നത്? ഇടർച്ചയുണ്ടാക്കുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം. ആമേൻ. ബൈബിൾ പറയുന്നത് അവരുടെ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി അവരെ കടലിൽ താഴ്ത്തണമെന്നാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ പ്രിയരെ, ബൈബിൾ ഒന്നും അനുശാസിക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെയുള്ള ചില വസ്ത്രങ്ങൾ ഇടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ അങ്ങനെയുള്ള വസ്ത്രം ഇടുമ്പോൾ നിനക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്നത് മറ്റൊരു കുഞ്ഞിന് ഇടർച്ച വരുത്തുന്നു എങ്കിൽ, മറ്റൊരു കുഞ്ഞിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു ബുദ്ധിമുട്ടാകുന്നെങ്കിൽ ബൈബിൾ പറയുന്നു അയ്യോ ഹാ കഷ്ടം. അങ്ങനെ മറ്റുള്ളവർക്ക് നീ ഇടർച്ച വരുത്താതിരിക്കണമെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു കുഞ്ഞ് അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഒരാള് ആമേൻ സിനിമാ പാട്ട് വിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ആമേൻ അടുത്ത് കണ്ടോണ്ടിരിക്കുന്ന കുഞ്ഞ് വിചാരിക്കും ഇതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. ആമേൻ. റീസൺ എന്താ? ആരാ ഉത്തരവാദി? അതുകൊണ്ടാ പ്രിയരെ ബൈബിൾ പറയുന്നു ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, ഡോക്ടറെ പേടിയാണ്, സ്കൂളിലെ അധ്യാപകന് പേടിയാണ്, അപ്പനെ പേടിയാണ്, അമ്മയെ പേടിയാണ്, പോലീസിനെ പേടിയാണ്. പക്ഷേ ഇന്ന് ലോകത്തിൽ ആർക്കും ഭയമില്ലാത്ത ഒരേ ഒരു മേഖല ദൈവത്തെയാണ്. എന്തുകൊണ്ടാണ് പ്രിയരെ ദൈവഭയം അകത്തില്ലാത്തത്? എന്തുകൊണ്ടാണ് ദൈവസ്നേഹം അകത്തില്ലാത്തത്? ഒന്ന് ഞാൻ പറയാം, ദൈവസ്നേഹമില്ലാത്തവർക്ക് ദൈവഭയം ഉണ്ടാകത്തില്ല. പക്ഷെ നിന്റെ അകത്ത് ദൈവസ്നേഹം ഉളവാകണമെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരണം. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? ആമേൻ. അപ്പോൾ ക്രിസ്തുവിന്റെ പകരക്കാർ എന്ത് ചെയ്യണമോ അതുപോലെ ആമേൻ. ഒരുപാട് രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയേ മതിയാകൂ. ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ മാറിയേ മതിയാകൂ. നമ്മുടെ സംസാരങ്ങൾ നിയന്ത്രിച്ചേ മതിയാകൂ. നമ്മുടെ വസ്ത്രധാരണ രീതികളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ. നമ്മുടെ പ്രവർത്തികളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ. കാരണം ഞാൻ ആർക്ക് പകരക്കാരനായിട്ടാണ് നിൽക്കുന്നത്? ക്രിസ്തുവിന്റെ പകരക്കാരനായിട്ടാണ് നിൽക്കുന്നത്. ക്രിസ്തുവിന്റെ പകരക്കാരനായിട്ട് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഇമേജിനെ വെളിപ്പെടുത്താനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ആമേൻ. സുനിൽ പാസ്റ്റർ അങ്ങനെ നടക്കുന്നത് കൊണ്ട് ഞാനും അങ്ങനെ നടക്കുമെന്ന് പറയുവാൻ ആമേൻ സുനിൽ പാസ്റ്റർ ഇടർച്ച വരുത്തിയാൽ അയ്യോ ഹാ കഷ്ടം. ആമേൻ. അതുകൊണ്ട് എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. അടുത്ത് അവൻ കാവില്ല, അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ ഉള്ളതിനേക്കാൾ നമുക്കറിയാമല്ലോ ജന്മനാ കിട്ടുന്ന ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഞാൻ എപ്പോഴും ഈ പ്രത്യേകിച്ച് വീട് പ്രതിഷ്ഠയൊക്കെ നടത്തുമ്പോൾ ഞാൻ പറയുന്ന ഒരു മെസ്സേജിൽ പറയുന്ന ഒരു പദമുണ്ട്, വീട് സംസ്കാരം വളർത്തിയെടുക്കുന്ന സ്ഥലമായിരിക്കും. ഹലോ, വീട് സംസ്കാരം വളർത്തിയെടുക്കുന്ന സ്ഥലമായിരിക്കണം. വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ നിന്റെ തലമുറകൾക്ക് ഒരു സംസ്കാരം ഉണർത്തിയെടുക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നതായിരിക്കണം. നാട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ വീട്ടിനകത്ത് സംസാരിച്ചാൽ, കൂട്ടുകാരോടൊപ്പം സംസാരിക്കുന്ന വാക്കുകൾ വീട്ടിനകത്ത് ഉപയോഗിച്ചാൽ വളർന്നു വരുന്ന നിന്റെ തലമുറ അതുപോലെ കോപ്പി ചെയ്യും. ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ ഹല്ലേലൂയ, വളരെ വിഷമത്തോടെ പറയുക, ഇന്നത്തെ തലമുറകൾ പ്രിയരെ ആമേൻ ഹല്ലേലൂയ വളർന്നു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഭാരപ്പെടുന്നു എങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് എവിടെന്നാ ഈ വാക്കുകൾ കിട്ടിയത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, മദ്യപിക്കുന്ന അപ്പന്മാർക്ക് ഒരിക്കലും മദ്യപിക്കുന്ന മക്കളെ ഉപദേശിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. ആമേൻ ഹല്ലേലൂയ. പുകവലിക്കുന്ന അപ്പന്മാർക്ക് ആമേൻ ഹല്ലേലൂയ മക്കളെ ഉപദേശിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എവിടെന്നാ ഇവർ കണ്ടു വളർന്നത്? അപ്പൻ ചെയ്യുന്നു, അമ്മ ചെയ്യുന്നു, അവർക്ക് ഇത് തെറ്റല്ല എന്നൊരു ബോധ്യം വളരുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാ, പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ഒരു പുതിയ സംസ്കാരത്തെ നീ വളർത്തിയെടുക്കുക. നിന്റെ വീട്ടിനകത്ത് ഒരു പുതിയ സ്വഭാവ രൂപീകരണം ഉണ്ടാകുക. ആമേൻ. അതിനെന്ത് ചെയ്യണം? നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നീ നിന്റെ തലമുറയ്ക്ക് ഒരു മാതൃകയായി മാറട്ടെ. ആമേൻ. ഞാൻ കാണുകയും താൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതോട് ആമേൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് കാണുന്ന കാര്യം, കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് കേൾക്കുന്ന കാര്യം, കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് അനുഭവിക്കുന്ന കാര്യം അവർക്കൊരു ടെസ്റ്റ് മണി ആയിരിക്കണം. അവർക്കൊരു ടെസ്റ്റ് മണി ആയിരിക്കണം. അവർക്കൊരു സാക്ഷ്യപത്രമായിരിക്കണം. എന്റെ അപ്പനും അമ്മയും ജീവിക്കുന്നത് എനിക്കൊരു ടെസ്റ്റ് മണിയാണ്. അവർ സംസാരിക്കുന്നത് എനിക്കൊരു ടെസ്റ്റ് മണിയാണ്. അവരുടെ സ്നേഹ പ്രകടനം എനിക്കൊരു ടെസ്റ്റ് മണിയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, വീട് അങ്ങനെയുള്ളതായി മാറണം.
അതിനെന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. നിങ്ങൾ നോക്കിക്കേ പ്രിയരെ, ഈ വീടിന്റെ പ്രത്യേകതയെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടത് വീട്ടിനകത്താണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, അവർ ഇരുന്നിരുന്ന വീടിനെ നിറച്ചെന്നാണ്. നിങ്ങളുടെ വീട് പ്രസൻസ് കൊണ്ട് നിറയണം. നിങ്ങളുടെ വീട്ടിനകത്ത് അന്യഭാഷയുടെ പ്രാർത്ഥന ഉയരട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് ആരാധന ഉയരട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥന ഉയരട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് വചനധ്യാനം ഉയരട്ടെ. നിങ്ങളുടെ വീട് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നിങ്ങളുടെ തലമുറകളെ തൊടട്ടെ പ്രിയരെ. ആമേൻ. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഭവനത്തിനകത്ത് ആമേൻ ഭാര്യ ഭർത്താവ് തമ്മിലടിക്കാൻ ഇടവരികയില്ല. അപ്പനും മക്കളും തമ്മിലടിക്കാൻ ഇടവരികയില്ല. ആ വീട്ടിനകത്ത് കലുഷിതമായ രംഗം വാർത്തെടുക്കുവാൻ കഴിയത്തില്ല. കാരണം ആ വീട് പരിശുദ്ധാത്മാവിനെ നിറയുകയാണ്. നിങ്ങൾ നോക്കിക്കേ പ്രിയരെ, പാപിനിയായ സ്ത്രീ യേശു കർത്താവിന്റെ കാലിൽ സുഗന്ധ തൈലം, പരിമള തൈലം പൊട്ടിച്ച് ആമേൻ യേശുവിന്റെ കാലൊക്കെ കഴുകിയപ്പോൾ ബൈബിൾ പറയുക, വീട് മുഴുവനും സുഗന്ധം കൊണ്ടങ്ങ് നിറയുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് എന്താ നിറയുന്നത് പ്രിയരെ? നിങ്ങളുടെ വീടിന് എന്താ കഥ പറയാനുള്ളത്? എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ മറ്റൊരു റൂട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുക, നിന്റെ വീട് നിന്റെ തലമുറയ്ക്ക് സുഗന്ധമുള്ളതായി മാറട്ടെ. നിന്റെ വീട് നിന്റെ തലമുറയ്ക്ക് ആത്മാവിന്റെ പ്രസൻസ് വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലമായി മാറട്ടെ. മറിയ ആമേൻ വീട്ടിൽ യേശുവിന്റെ കാൽക്കൽ ഇരുന്നപ്പോൾ ബൈബിൾ പറയുക, അവൻ നല്ല അംശം തെരഞ്ഞെടുത്തു. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾപ്പാൻ തക്കവണ്ണം മറിയ വീട്ടിനകത്ത് ഒരു സ്ഥലം കണ്ടെത്തി. ആമേൻ. ഹല്ലേലൂയ. മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കാൻ വീട്ടിലൊരു ഇടം കണ്ടെത്തി. അവൻ ബൈബിൾ പറയുന്നു, മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ഇന്ന് പകൽക്കാലം ഭവനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. വീട് കലഹത്തിന്റെ വീടായിട്ടല്ല നിറയേണ്ടത്. വീട് കലഹം കൊണ്ടല്ല നിറയേണ്ടത്. വീട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. വീട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. വീട് കണ്ണുനീരിനാലല്ല, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. അതുകൊണ്ട് പ്രിയരെ, എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, വീഞ്ഞ് കുടിച്ച് മന്ദരാകരുത്. അത് മുഖാന്തരം എന്തുണ്ടാകും? ദുർനടപ്പുണ്ടാകും. എന്നാൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരാകുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നിങ്ങളുടെ വീട്ടിനകത്ത് വീഞ്ഞ് കയറരുത്. നിങ്ങളുടെ വീട്ടിനകത്ത് മദ്യം കയറരുത്. നിന്റെ വീട്ടിന്റെ മേശപ്പുറത്ത് വയ്ക്കാനുള്ളതല്ല മദ്യം. നിന്റെ വീട്ടിന്റെ അലമാരക്കകത്ത് വയ്ക്കാനുള്ളതല്ല മദ്യം. അത് നിന്റെ കുടുംബത്തെ തകർത്ത് കളയോ, അത് നിന്റെ വീടിനെ നശിപ്പിച്ച് കളയോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, നിന്റെ വീട് ആത്മാവിനാൽ നിറയണമെങ്കിൽ നീ ആത്മാവിനാൽ നിറയണം. ആത്മാവിൽ നിറയപ്പെട്ട ഒരു അമ്മയുണ്ടെങ്കിൽ അടുക്കളയിൽ പോലും ആത്മാവിന്റെ പ്രസൻസ് വെളിപ്പെടും. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വീട്ടിനകത്തുണ്ടെങ്കിൽ അടുക്കളയിൽ അന്യഭാഷയുടെ ശബ്ദം ഉയർന്നു തുടങ്ങുക. ആത്മാവോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ആമേൻ. നിന്റെ അടുക്കളയ്ക്കകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ വീട്ടിൽ വയ്ക്കുന്ന ആഹാരത്തിന് പ്രത്യേക സ്വാദുണ്ടായിരിക്കുക. ആഹാരത്തിന്റെ പേര് പറഞ്ഞ് നിന്റെ വീട്ടിനകത്ത് കലഹം ഉണ്ടാകത്തില്ല. നിന്റെ വീട്ടിലെ കലത്തിലെ മാവിനൊരു കുറവുണ്ടാകത്തില്ല. നിന്റെ വീട്ടിലെ ഭരണിയിലെ എണ്ണയ്ക്കൊരു കുറവുണ്ടാകത്തില്ല. അടുക്കളയ്ക്കകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ പ്രിയരെ. അടുക്കളയ്ക്കകത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കപ്പെടട്ടെ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ആമേൻ. നീ ആത്മാവിൽ നിറഞ്ഞാൽ നീ ആയിരിക്കുന്ന ഇടം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിറയും. വളരെ പ്രശസ്തമായ പാട്ടാണ്. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ ഇതെവിടെയാ വെളിപ്പെട്ടു വന്നത്? ഈ പാട്ട് എവിടെയാ എഴുതപ്പെട്ടത്? ഒരമ്മ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ആ അമ്മയുടെ ആത്മാവിൽ കൂടി പുറത്തു വന്ന വരികളാണ്.
ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. നിന്റെ വീടിന്റെ അടുക്കള സങ്കീർത്തനങ്ങൾ വെളിപ്പെടുന്ന ഒരു അടുക്കളയായി മാറട്ടെ. നിന്റെ വീട്ടിന്റെ മുറിക്കകത്ത് നിന്ന് പുതിയ പാട്ടുകൾ പുറത്തു വരട്ടെ, പുതിയ വെളിപ്പാടുകൾ പ്രാപിക്കപ്പെടട്ടെ. നിന്റെ മുറിക്കകത്ത് കയറുമ്പോൾ തന്നെ വചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരട്ടെ. എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ പറ്റും പ്രിയരെ, ഞങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനകത്ത് ഞാനൊന്ന് കണ്ണടച്ചാൽ മതി, അസാധാരണമായ വചനത്തിന്റെ വെളിപ്പാടുകൾ എനിക്ക് വെളിപ്പെട്ടു വരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മുറിക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം നിന്നെ മറ്റൊരു തലത്തിൽ എത്തിക്കുക. അവൻ ഹല്ലേലൂയ. നീ വീട് വിളിച്ച് മറ്റൊരാളെ പോകരുത്. നീ മറ്റൊരു നല്ല രസം കണ്ടെത്തേണ്ടത്. അവൻ നീ ആത്മാവിൽ നിറയുക. ഹല്ലേലൂയ. യവസക്കേട് ലേഖനം 3-19 വാക്യത്തിൽ പറയുക, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. ലോകത്തിന്റെ അറിവിനേക്കാളും അപ്പുറമാണ് പ്രിയരെ ദൈവത്തിന്റെ സ്നേഹം. ലോകത്തിന്റെ അറിവിന് പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികളെ ഭേദിച്ചുകൊണ്ട്, ആ പരിമിതികളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വെളിപ്പെടുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. നിനക്ക് കിട്ടിയ അറിവിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിന്റെ പ്രസംഗം മനുഷ്യരുടെ ജ്ഞാനത്തെ ആധാരമാക്കി ആകരുത്. മനുഷ്യന്റെ ജ്ഞാനത്തിന് പരിമിതികളുണ്ട്, മനുഷ്യന്റെ അറിവുകൾക്ക് പരിമിതിയുണ്ട്. നീ പഠിച്ച് പ്രസംഗിക്കുന്നതിന് പരിമിതികളുണ്ട്. അതിനപ്പുറം മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. പക്ഷേ നീ എപ്പോഴാണോ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തോളം നിറഞ്ഞു വരികയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞു വരികയാണെങ്കിൽ, ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയും. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രിയരെ യേശു കർത്താവിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ സാധിച്ചത്? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ കൊർന്നല്യോസിനോട്, ആ വീട്ടിൽ നിന്ന് മറ്റു 9 പേരോട് പത്രോസ് പറഞ്ഞൊരു പദമുണ്ട്, യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് നിങ്ങൾ അറിയുന്നില്ലേ? ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 അത് പറയപ്പെടുന്നത്, യേശുവിനെ എന്തൊക്കെയാണ് അഭിഷേകം ചെയ്തത്? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. ഇത് രണ്ടും എവിടെന്നാ വരുന്നത്? ഉയരത്തിൽ നിന്ന്. ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, നിന്റെ മുൻപിൽ മനുഷ്യർ തുറക്കാത്ത വാതിലുകളെ തുറന്നു തരുവാൻ ഈ ശക്തിക്ക് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്താൽ എത്ര പേർക്ക് അതൊന്ന് റിസീവ് ചെയ്യുവാൻ പറ്റുക? നിന്റെ അറിവിന് തുറന്നു തരുവാൻ കഴിയാത്ത വാതിലുകൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിനക്ക് തുറന്നു തരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും പ്രിയരെ? ആമേൻ. ലോകത്തിന്റെ ജ്ഞാനികളെ പോഷണം എണ്ണുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിലെ പോഷന്മാരെ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ ജ്ഞാനത്തെ കൈമാറിയെന്നല്ല, അവരുടെ മേൽ ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവിനെ കൈമാറി. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ അവരുടെ മേൽ കൈമാറി. ഹല്ലേലൂയ. ആമേൻ. അറിവ് കൊണ്ട് മനുഷ്യരുടെ കയ്യടി നേടാം. ദൈവശക്തി. കഴിഞ്ഞ ദിവസം ഞാനൊരു സഭയിൽ പോയപ്പോൾ ആ സഭയിലെ ദേവദാസൻ പറഞ്ഞു, ഞങ്ങൾ ഇതിനിടയിൽ 2.5 ലക്ഷം ട്രാക്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തു. എത്ര ലക്ഷം? 2.5 ലക്ഷം ട്രാക്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തു. ട്രാക്ട് കൊടുക്കുന്നത് ഞാൻ എതിരല്ല, പക്ഷെ 2.5 ലക്ഷം ട്രാക്ട് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തിട്ട് ഒരു മനുഷ്യനെ രക്ഷയിലോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ അറിവിനെ വെച്ച്, മനുഷ്യന്റെ കൗശലം ഉപയോഗിച്ച്. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഇന്ന് ഏത് തെരുവിലാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? ഒരു തെരുവിലും സുവിശേഷം പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കുന്നതെല്ലാം മദ്യത്തിനെതിരെയുള്ള മെസ്സേജാ, ലഹരി വിരുദ്ധം. എന്താ കാര്യം? പേടിയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ പുറത്ത് ദൈവം കൊണ്ടുവരണമെങ്കിൽ അവൻ യഥാർത്ഥ സുവിശേഷ പ്രസംഗകനായിരിക്കണം. ആമേൻ. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ആമേൻ കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടപ്പോൾ കാരാഗ്രഹത്തിന്റെ പൂട്ടുപോലും തുറക്കാതെ ദൂതൻ ഇറങ്ങി അതിനകത്ത് വന്നിട്ട് 3 പേരെയും സ്വതന്ത്രമാക്കി യെരൂശലേം ദൈവാലയത്തിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയതിന്റെ റീസൺ എന്തെന്നറിയാമോ? ഇവര് പ്രസംഗിച്ചതൊക്കെ എവിടെയാ? ഇവര് പ്രസംഗിച്ചതൊക്കെ എവിടെയാ? ആലയത്തിന്റെ മുൻപിലാണ്. ഇന്ന് നമ്മൾ ആലയത്തിന്റെ മുൻപിൽ ചെന്ന് പ്രസംഗിച്ചാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ശിക്ഷയെ ഭയപ്പെടുകയാണ്, നമ്മൾ ശിക്ഷയെ പേടിക്കുകയാണ്, ലോകത്തിന്റെ പ്രതികരണത്തെ ഭയപ്പെടുകയാണ്.
ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സുവിശേഷത്തിൽ വേറെ പദങ്ങൾ കണ്ടെത്തുകയാണ്. ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ പ്രിയരെ, കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ വായിച്ചു. ഡോൺ വെളിച്ചമിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ആമേൻ, പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ക്രിക്കറ്റ് കളിച്ചാൽ എതിരാണ്, ആമേൻ, ഹല്ലേലൂയ, അത് ചെയ്താൽ എതിരാണ്. പക്ഷേ ആമേൻ, പെന്തക്കോസ്ത് സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ക്രിക്കറ്റ് ലോകത്തിന്റെ നിറകയിലെത്തിയപ്പോൾ ഉയർത്താൻ എല്ലാവർക്കും കഴിയും. ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ. എവിടെയാ പരിമിതികൾ ഇടേണ്ടത്? എവിടെയാ ബൗണ്ടറികൾ ഇടേണ്ടത്? നീ നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ടത് സിഗരറ്റ് വലിക്കരുതെന്നല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന. നീ നിന്റെ തലമുറയെ പഠിപ്പിക്കേണ്ടത് ആമേൻ മദ്യപിക്കരുതെന്നല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന. എന്താ കാര്യമെന്ന് അറിയാമോ പ്രിയരെ? നീ എത്ര ദിവസം വലിക്കരുതെന്ന് പറഞ്ഞ് പുറകേന്ന് നടക്കും. നീ എത്ര ദിവസം കുടിക്കരുതെന്ന് പറഞ്ഞ് പുറകേന്ന് നടക്കും. എന്റെ പ്രിയരെ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരുത്തനോട് കുടിക്കരുതെന്ന് പറഞ്ഞാലും അവൻ കുടിച്ചുകൊണ്ടേയിരിക്കും. അവൻ കുടി നിർത്തണമെങ്കിൽ അവസാനം ഡോക്ടർ പറയണം. പക്ഷേ പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയുടെ അകത്ത് കയറിയ പാസ്റ്ററും പറയണ്ട, ഡോക്ടറും പറയണ്ട, നിന്റെ തലമുറ അത് കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് അകന്നു പോകും. ഇത് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ഉപദേശം സഭയ്ക്കകത്ത് വേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ സുനിൽ പാസ്റ്ററുടെ ഉപദേശത്തെക്കാളും പവർഫുൾ ആണ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതി വെച്ചത്, നിങ്ങളുടെ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം നിങ്ങളുടെ സകലത്തിലും ഉപദേശിച്ചു വഴി നടത്തുന്നുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ തലമുറ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, നിങ്ങളുടെ ജീവിത പങ്കാളികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, നിങ്ങളുടെ മാതാപിതാക്കൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, നിങ്ങളുടെ അയൽവാസികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, പരിശുദ്ധാത്മാവ് എന്തെന്നറിയാതിരുന്ന സമയത്ത് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഹല്ലേലൂയ. ഒരൊറ്റ മീറ്റിംഗ് മതി നിന്റെ കുഞ്ഞിനെ തൊടാൻ. ഹല്ലേലൂയ. ഒരൊറ്റ മീറ്റിംഗ് മതി. അത് ആരുടെ മീറ്റിംഗും ആയിക്കോട്ടെ, ഒരൊറ്റ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയെ തൊട്ടാൽ നിന്റെ തലമുറ നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. നിന്റെ തലമുറ നിനക്ക് സമാധാനമായിട്ട് മാറും. നിന്റെ തലമുറ നിനക്ക് സന്തോഷമായി മാറും. ഒറ്റ വഴിയേ ഉള്ളൂ, അഭിഷേകം പ്രാപിക്കുക. യേശു കർത്താവ് എങ്ങനെ വ്യത്യസ്തനായിട്ട് മാറി. ഒരു സമയത്ത് ഗലീലയിൽ ആരും അവനെ വിലകൽപ്പിക്കാതിരുന്നു. പക്ഷേ ഗലീലയുടെ പ്രതീക്ഷയായിട്ട് യേശുവിന് മാറാൻ കഴിഞ്ഞു. യേശു കർത്താവ് അവിടെ ഇല്ലെങ്കിൽ അവിടെ പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല സഭകൾക്കകത്ത് ഗസ്റ്റ് പാസ്റ്റർമാരെ കൊണ്ട് നിറയ്ക്കുകയാണ്. എന്താ കാര്യം? അവിടുത്തെ ജനം അവിടുത്തെ പാസ്റ്ററെക്കാളും ഗസ്റ്റ് പാസ്റ്ററെ ആഗ്രഹിക്കുകയാ. ഓ ഹല്ലേലൂയ, ആ പാസ്റ്റർ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതിനർത്ഥം എന്തെന്നറിയാമോ പ്രിയരെ? സ്വന്തം വീട്ടിലെ അപ്പന് രുചിയില്ലെങ്കിൽ അടുത്ത വീട്ടിലെ അപ്പൻ കൊള്ളാമെന്ന് തോന്നും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ഗലീലക്കാർക്ക് ഒരു 30 വയസ്സ് വരെ യേശു കർത്താവ് അത്ര വലിയ പ്രാധാന്യമൊന്നുമല്ലായിരുന്നു. എന്നാൽ ലൂക്കോസ് 4:14 യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച് ഗലീലയിൽ മടങ്ങി വന്നതിന് ശേഷം യേശു ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. യേശു അവരുടെ പ്രതീക്ഷയായിട്ട് മാറി. യേശു കർത്താവ് കടന്നു വിട്ട് ഗന്നത്ത് ദേശത്ത് പോയപ്പോൾ ആമേൻ ഹല്ലേലൂയ ബൈബിൾ എഴുതി വെച്ചു, അവൻ മടങ്ങി വരുന്നത് ജനം നോക്കിയിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ദുഃഖമായിരിക്കുന്ന തലമുറകൾ നിങ്ങളുടെ പ്രതീക്ഷകളായിട്ട് മാറുന്ന ഒരു സീസൺ വരാൻ പോകുന്നു എന്ന് ആത്മാവിൽ പ്രവചിച്ച് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം സഭയ്ക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? ഇന്നത്തെ പരാജയങ്ങൾ നാളെ ജയമാക്കി തീർക്കുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് നീ പറഞ്ഞാൽ അനുസരിക്കാത്ത നിന്റെ തലമുറ നാളെ അനേകരെ രക്ഷയിൽ വഴി നടത്തുന്ന ദൗത്യത്തെ ആ ദൗത്യത്തിൽ ആയിരിക്കുന്ന രത്നം നിന്റെ അകത്തൊന്ന് കണ്ടു നീ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യും. നിന്റെ തലമുറയെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നത് ആമേൻ ഹല്ലേലൂയ നിന്റെ അകത്തെ ആത്മമണ്ഡലത്തിനകത്ത് കത്തി തുടങ്ങട്ടെ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് തലമുറകളെ കുറിച്ച് അപ്പനമ്മമാർക്ക് ഭയമാണ്, ടെൻഷനാണ്. അയ്യോ നാളെ എന്റെ കുഞ്ഞെങ്ങനെ, നാളെ എന്റെ കുഞ്ഞെങ്ങനെ. നീ ഒന്നിനെ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ കുഞ്ഞിനെ ഒന്ന് പരിശുദ്ധാത്മാവ് തൊട്ടാൽ നിന്റെ കുഞ്ഞിന്റെ ലൈഫ് മാറും. ആമേൻ ഹല്ലേലൂയ. എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് തൊടണം. ഇന്നു മുതൽ അപ്പനമ്മമാര് പ്രാർത്ഥിച്ചു തുടങ്ങണം, എന്റെ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് തൊടണം, എന്റെ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കണം. പ്രിയരെ, എന്നെ പരിശുദ്ധാത്മാവ് തൊട്ടെങ്കിൽ നിങ്ങളെ തൊടാനാണോ ബുദ്ധിമുട്ട്?
എനിക്ക് അതല്ലാതെ അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല പ്രിയരെ. എന്റെ ലൈഫിനെ പരിശുദ്ധാത്മാവ് മാറ്റിയെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റാനാണോ പരിശുദ്ധാത്മാവിന് അസാധ്യമെന്ന് പറയുന്നത്? ആമേൻ, ഹല്ലേലൂയ. യേശുവിനെ അവൻ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോസ്തല പ്രവർത്തികൾ 9:22. ഇത് 3 ഘട്ടമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഇതിനകത്ത് വലിയൊരു പകർച്ച ഇതിനകത്ത് നടക്കാൻ പോകുകയാ. ഒന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് നീ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. രണ്ടാമത്തെ റൂട്ട് അപ്പോസ്തല പ്രവർത്തികൾ 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. പ്രിയരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് അങ്ങനെ ഇരിക്കാനല്ല പറയുന്നത്. ശൗലിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുവാൻ തുടങ്ങി. ശൗലിനെതിരെ എതിർപ്പുകൾ വരുവാൻ തുടങ്ങി. പക്ഷെ എതിർപ്പുകളെ ശൗല് നോക്കിയില്ല, എതിർ ശബ്ദങ്ങളെ നോക്കിയില്ല. അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എന്റെ ശബ്ദത്തിന് വലിയ വിലയുണ്ട്, നിന്റെ ശബ്ദത്തിന് വലിയ വിലയുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നീ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. നീ പറയുന്ന വാക്കിനെ സൈൻ ചെയ്യാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. അതൊരു പ്രോഫറ്റിക് വേർഡ് പോലെ സഭയ്ക്ക് താരോടൊക്കെ പറയുകയാണ്. നിങ്ങൾ പറയുന്ന വേർഡിനെ സൈൻ ചെയ്യാൻ ദൈവം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നീ പറയുന്ന ചില വാക്കുകൾ, ദൈവം സൈൻ ചെയ്യാൻ പോവുകയാണ്. നീ ചിലത് ഉണ്ടായി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം സൈൻ ചെയ്യാൻ പോവുകയാണ്. നീ ചിലത് തുറന്നു വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം അത് സൈൻ ചെയ്യാൻ പോവുകയാണ്. ദൈവം ചില മാറ്റങ്ങൾ സൈൻ ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം തൊടുപുഴ മീറ്റിംഗില് ജോയ് പാസ്റ്റർ ഒരു ആഗ്രഹം പറഞ്ഞു. ചർച്ച മുഴുവനും ഒന്ന് മേറ്റിടണം. അതിനകത്ത് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ഒരുപാട് ഇതുണ്ട്. 30,000 രൂപയാണ് എന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അവിടെ വീട്ടുജോലിക്ക് പോകുന്ന ഒരു സിസ്റ്റർ, ഓരോ ദിവസവും വിളിക്കുന്ന വീട്ടിൽ ചെന്ന് ജോലി ചെയ്യും, കിട്ടുന്ന പൈസ അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ റെസ്പോൺസിബിലിറ്റി മുഴുവനും ആ സിസ്റ്റർ ഏറ്റെടുത്തു, ആ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുത്തു. പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ദൈവം. രാവിലത്തെ മീറ്റിംഗിൽ ആ സിസ്റ്റർ ഇത് ഏറ്റെടുത്തു. പാസ്റ്ററുടെ വൈഫ് പോലും ചോദിച്ചു, ആ സിസ്റ്ററിന് എന്ത് പറ്റി? അന്ന് രാത്രിയിലെ മീറ്റിംഗിൽ എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ വീടിന്റെ അലമാരക്കകത്ത് അവൾ വരച്ചു വെച്ചിരിക്കുന്ന വീട്ടിന്റെ പ്ലാൻ. 5 വർഷത്തിന് മുമ്പ് അവൻ വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ച് പ്ലാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെ കാണാനാ പ്രിയരെ? പക്ഷെ അകത്തിരുന്ന പരിശുദ്ധാത്മാവ് കണ്ടോ? ആ വീടിന്റെ മുകൾ കൂര എങ്ങനെയെന്ന് വരെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കണ്ടു. ഞാൻ ആ മോഡൽ പറയുമ്പോൾ ആ സിസ്റ്ററിനോട് ഒരു പാസ്റ്ററെ, ഞാൻ 5 വർഷത്തിന് മുമ്പ് വരച്ചു വെച്ച വീടിന്റെ പ്ലാനാണ് പാസ്റ്റർ പറഞ്ഞത്. രാവിലത്തെ ഒരൊറ്റ വാക്കിന് സ്വർഗം സൈൻ ചെയ്തപ്പോൾ വൈകുന്നേരം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, 2027 ഇവളുടെ വീടിന്റെ പ്രതിഷ്ഠ നടക്കുമെന്ന്. അവൾ എന്നോട് അവസാനം പറഞ്ഞൊരു പദമുണ്ട്, പാസ്റ്ററെ, 2026 ഞാൻ എന്റെ വീടിന്റെ പണി ആരംഭിക്കും. രാവിലെ അവൾ ദൈവദാസന്റെ വാക്കിലൊന്ന് കയറി പിടിച്ചതേ ഉള്ളൂ. റെഡി എന്നൊരൊറ്റ വാക്ക്, ഞാൻ ചെയ്യാമെന്ന ഒരൊറ്റ പദം ആ സിസ്റ്റർ അതിനകത്ത് പറഞ്ഞപ്പോൾ അവൾക്ക് അതിനുള്ള വരുമാനം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് കടം വാങ്ങിച്ചാൽ അത് ചെയ്യാൻ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ആ പറഞ്ഞ ഒരു വാക്കിന് സ്വർഗം സൈൻ ചെയ്തിട്ട് ആരും അറിയാതെ 5 വർഷങ്ങൾക്ക് മുൻപ് അവൾ ആഗ്രഹിച്ച് മനസ്സിൽ വരച്ച് പ്ലാൻ വരച്ച് അലമാരക്കകത്ത് മടക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വീടിന്റെ പ്ലാന് ദൈവത്തിന്റെ ആത്മാവ് അന്ന് രാത്രി പരസ്യപ്പെടുത്തിയെങ്കിൽ, അവൾക്ക് ദൈവം ഒരു ഉറപ്പ് കൊടുത്തു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ്, നിന്റെ വാക്കിന് ദൈവം സ്വർഗം സൈൻ ചെയ്യാൻ പോകുകയാണ്. നീ പറയുന്ന വാക്കിന് ദൈവം സൈൻ ചെയ്യാൻ പോകുകയാണ്.
മേൽ ശക്തി പ്രാപിച്ചു. നാട്ടുകാർ പറയുന്ന വാക്കിനോട് നീ കൈ കൊടുക്കരുത്, അതിനോടല്ല നീ കൈ കൊടുക്കേണ്ടത്. ഇസബേലുമാര് പറയുന്ന വാക്കിന് നീ ശ്രദ്ധ കൊടുത്താൽ നീ ചൂരച്ചെടിയുടെ ചുവട്ടിൽ തളർന്നു കിടന്നു പോകും, നിരാശപ്പെട്ടു പോകും. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ചൂരച്ചെടിയുടെ ചുവട്ടിൽ തളർന്നു കിടക്കുന്ന ജനറേഷൻ ഏലിയാവിന്റെ ജനറേഷനോട് കഴിഞ്ഞു. പകരം പുതിയൊരു ജനറേഷനെ എഴുന്നേൽപ്പിച്ചു. ഏലിയാവിന് ശേഷം അടുത്തൊരു ജനറേഷൻ ആത്മാവിന്റെ ഇരട്ടി അഭിഷേകത്തെ പ്രാപിച്ച് ചൂരച്ചെടിയുടെ അവസ്ഥകളെ മറികടക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തലമുറ. വല്ലാതെ പറയുന്ന വാക്കിനാണ് നീ സൈൻ ചെയ്യാൻ പോകുന്നത്. ദൈവം പറയുന്ന വാക്കിനോടൊപ്പം നീ ഒന്ന് കൈകൊടുത്താൽ ഇത് ഭഗവാനെ ആത്മാവിനെ പ്രവർത്തിച്ചു പറയാം. നീ പറയുന്ന വാക്കിന് സ്വന്തം സൈൻ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കണം. ആമേൻ. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ അഭിഷേകത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്റെ വാക്കുകൾക്ക് വിലയുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. തങ്കമാൻ്റെ ഇവിടെ ഇരിക്കുക. ആരംഭ സമയത്ത് എനിക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടുമായിരുന്നു വീടിനകത്ത്. വലിയ ചരിവം നിറയാ പച്ച മീൻ എന്റെ വീട്ടിനകത്തെത്തുന്നത്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു നല്ല പച്ച കൊഴിയ ഒരു ചരിവം നിറയെ ഞങ്ങളുടെ വീട്ടിലെത്തി. 2 ദിവസമായിട്ട് എനിക്ക് മീൻ കിട്ടി. ഇവരത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക. അന്ന് എന്റെ അകത്ത് ഉടലെടുത്ത ദേഷ്യത്തിൽ ഞാൻ ഒരു പദം പറഞ്ഞു, ഇനി വിഴിഞ്ഞത്തുനിന്ന് ഇവിടെ മീൻ കൊണ്ടുവരത്തില്ല. അതിനുശേഷം ഇന്ന് വരെ വിഴിഞ്ഞത്തുനിന്ന് ഞാൻ മീൻ കൊണ്ടുപോയിട്ടില്ല. നീ പറയുന്ന വേർഡിനെ സൈൻ ചെയ്യുന്ന ഒരു ദൈവം. നീ പറയുന്ന നെഗറ്റീവ് പോലും വളരെ സൂക്ഷിച്ചു വേണം. സലോമോൻ പറഞ്ഞു, മരണത്തിന്റെയും ജീവന്റെയും അധികാരം നിന്റെ നാവിന്റെ മേൽ ഞാൻ വച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാ, അവൻ ഈ സഭയോട് അവൻ പറയുകയാണ്, നിങ്ങൾ പറയുന്ന വാക്കിൽ സ്വർഗ്ഗം സൈൻ ചെയ്യാൻ പോവുകയാ. സൂക്ഷിക്കണം. പൗലോസിന് പ്രതികരിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. തനിക്കെതിരെ നെഗറ്റീവ് പറയുന്നവരോട് അവൻ പ്രതികരിക്കാൻ പോയില്ല. ഇവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അവൻ മറുപടി കൊടുക്കാനെന്ന് പൗലോസ് പോയില്ല. പക്ഷെ ബൈബിൾ എഴുതി വെച്ചു, അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. എന്നറിയാമോ പ്രിയരെ, ഇത് പ്രാപിക്കാനുള്ളത് മാത്രമല്ല, ഇത് വർദ്ധിപ്പിക്കാനും കൂടെയുള്ളതാ. എന്തെന്നറിയാമോ, അടുത്ത തലത്തിലോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുക, പ്രാപിച്ചവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷെ വർദ്ധിപ്പിക്കുന്നവർക്ക് മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ സ്റ്റേജ് വിട്ട് രണ്ടാമത്തെ സ്റ്റേജിൽ കയറിയാൽ മൂന്നാമത്തെ സ്റ്റേജ് നിന്റെ ജീവിതത്തിനകത്തുണ്ടായിരിക്കുക. ആ മൂന്നാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ തലം നിന്റെ ലൈഫിനകത്ത് ഉണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ തലം വെളിപ്പെട്ടേ മതിയാകൂ. എന്താ രണ്ടാമത്തെ തലം? വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ നാവിന് കടിഞ്ഞാണിടണം. വർദ്ധിപ്പിക്കണമെങ്കിൽ നിന്റെ കാൽപാദത്തിന് കടിഞ്ഞാണിടണം. വർദ്ധിപ്പിക്കണമെങ്കിൽ നിന്റെ കൈകൾക്ക് കടിഞ്ഞാണിടണം. ലോകം പറയുന്ന റൂട്ടിൽ യാത്ര ചെയ്താൽ അത് വർദ്ധിക്കത്തില്ല. ലോകം പറയുന്നത് പോലെ നീ പറയാൻ തുടങ്ങിയാൽ അത് വർദ്ധിക്കത്തില്ല. ലോകത്തിന്റെ പ്രവർത്തികൾ നീ ചെയ്യാൻ തുടങ്ങിയാൽ അത് വർദ്ധിക്കത്തില്ല. പൗലോസ് അപവാദങ്ങളൊക്കെ കേട്ട് മിണ്ടാതെ അവൻ ഇരുന്നു. പക്ഷെ ഒറ്റ കാര്യം ചെയ്തു. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അവർ കുറ്റം പറയാൻ സമയം കണ്ടെത്തട്ടെ, നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്ത്. അവർ നിന്നെ വിമർശിക്കാൻ സമയം കണ്ടെത്തിക്കോട്ടെ, നീ ബൈബിൾ ധ്യാനിക്കാൻ സമയം കണ്ടെത്ത്. അവർ നിന്നെ വിമർശിക്കുന്ന വാക്കുകളെക്കാളും വലുത് ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ. അവർ പറയുന്ന, അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കാളും വലിയ പ്രവൃത്തി സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് ചെയ്തു തരും. ഇത് പകൽക്കാലം ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അവർ പറയുന്ന വാക്കിനല്ല നീ മറുപടി കൊടുക്കേണ്ടത്, പകരം നീ മുട്ടുമടക്കുക. നീ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ, നീ ബൈബിൾ ധ്യാനിച്ചു കൊള്ളട്ടെ. നിന്റെ അകത്ത് വർധന ഉണ്ടാകട്ടെ. ഒരു പത്മോസ് നിന്നെ തകർക്കത്തില്ല.
നീ പത്മോസിലോട്ട് നാടുകടത്തപ്പെട്ടാൽ അവിടെ നിന്നെ ആത്മനിർവൃതിയിലോട്ട് നയിപ്പാൻ നിന്റെ അകത്ത് വർദ്ധിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിയോ? നിന്നെ തിളയ്ക്കുന്ന എണ്ണച്ചട്ടിയിലോട്ട് എടുത്തിട്ടാൽ എണ്ണയ്ക്ക് പോലും നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ കൊണ്ട് ആ എണ്ണച്ചട്ടിയുടെ പുറത്തേക്ക് നിന്നെ അഭിഷേകം എത്തിക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയുക, അഭിഷേകത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു തലമുറ ഈ സഭയ്ക്കകത്തിൽ എഴുന്നേൽക്കട്ടെ. അവിടെ എങ്ങനെ പറയുന്നത്? ശബ്ദം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. 3, യഹൂദന്മാരെ അവൻ മിണ്ടാതാക്കി. നിന്നെ വിമർശിക്കുന്നവരെ നിശബ്ദനാക്കി തീർക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തുണ്ട്. ഇന്ന് നിന്നെ വിമർശിക്കുന്ന നാവിന് നിന്നെ അടുത്ത ദിവസം വിമർശിപ്പിക്കാൻ കഴിയാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ശക്തി പ്രാപിക്കണം. ആമേൻ. അടുത്ത തലം, 3-ാമത്തെ തലം, ലൂക്കോസ് 8:46. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. 1-ാമത്തത് ശക്തി പ്രാപിക്കുക, 2-ാമത്തത് ശക്തി വർദ്ധിപ്പിക്കുക, 3-ാമത്തത് ശക്തി പുറപ്പെടുക. ശക്തി പ്രാപിക്കുന്നവൻ ശക്തി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ശക്തി ഒരിക്കലും പുറപ്പെടുകയില്ല. പ്രിയരെ, നിന്റെ അകത്ത് ശക്തി പുറപ്പെടാൻ തുടങ്ങിയാൽ നിനക്കെതിരെ ശബ്ദിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഭൂതത്തെ പുറത്തു കൊണ്ടുവരുവാൻ നിനക്ക് കഴിയും. നിനക്കെതിരെ കൈയോങ്ങുന്നവന്റെ അകത്ത് നിന്ന് ഭൂതത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. എന്റെ ധൈര്യം എന്തെന്നറിയാമോ പ്രിയരെ? എന്റെ ധൈര്യം എന്തെന്നറിയാമോ? എന്റെ അഭിഷേകമാണ്. എന്റെ അഭിഷേകമാണ്. എനിക്ക് വേണ്ടി ആരും പ്രതികരിക്കത്തില്ല, പക്ഷെ എനിക്ക് വേണ്ടി അഭിഷേകം പ്രതികരിക്കും. എന്റെ ജീവിതത്തിന്റെ എത്രയോ അനുഭവങ്ങളിൽ ഞാൻ അനുഭവസ്ഥനാണ് പ്രിയരെ. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന അഭിഷേകത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഭിഷേകത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കെതിരെ ശബ്ദിക്കുന്ന നാവുകളെ ഉണ്ടാതാക്കുന്ന അഭിഷേകത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ അഭിഷേകം ശത്രുക്കളുടെ മുൻപിൽ നിനക്ക് വിരുന്നൊരുക്കി തരും. ഹല്ലേലൂയ. പക്ഷേ ഈ അഭിഷേകത്തിന്റെ ശക്തി നിന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം, നിന്നിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടണം. നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആ ശക്തി എന്തെന്ന് ദേശം അറിയണം, ലോകം അറിയണം. പ്രിയരെ, നിനക്കെതിരെ ഒരു അപവാദം പറയാൻ മറ്റുള്ളവർ ഭയപ്പെടണം. നോക്കിക്കേ, 105-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ എന്റെ ദൈവം പറയുന്ന ഒരു പദമുണ്ട്: എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്കെതിരെ ദൂഷ്യം പറയരുത്. എന്താ കാര്യം പ്രിയരെ? അഭിഷേകമുള്ളവനെ തൊട്ടാൽ അഭിഷേകം പകർന്നവൻ ചോദിക്കാൻ വരും. ആമേൻ. പ്രവാചകനെ തൊട്ടാൽ, പ്രവാചകനെതിരെ ദൂഷ്യം പറഞ്ഞാൽ, ആമേൻ, അത് ചോദിക്കാൻ, ആമേൻ, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായവൻ വരും. എന്റെ ഉറപ്പാണ്, എന്റെ ബലമാണ്. അഭിഷേകം അവന്റെ ബലം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ലോർഡ് ഈസ് മൈ ഹെൽപ്പർ. യഹോവ എനിക്ക് തുണയാ. എന്ത് ധൈര്യത്തോടെ എബ്രായ സഭയോട് പറഞ്ഞത്, കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, ചിലതൊക്കെ സംഭവിക്കാൻ പോകുകയാണ്, ചിലതൊക്കെ സംഭവിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെട്ട ദൂതുകളൊന്നും നിവർത്തീകരിക്കപ്പെടാതെ പോകത്തില്ല. കഴിഞ്ഞ നാളിൽ വെളിപ്പെട്ട ദർശനങ്ങൾ നിവർത്തീകരിക്കപ്പെടാതെ പോകത്തില്ല. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ഇതിനകത്തൊരു പ്രോഫറ്റിക് റിലം ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നപ്പോൾ പറഞ്ഞു, ഇതിനകത്തൊരു തലം ദൈവം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രവചന തലമാണ്. പ്രവാചകനെ ഭയപ്പെട്ടേ മതിയാകൂ, അഭിഷിക്തന്മാരെ ഭയപ്പെട്ടേ മതിയാകൂ. ഈ ദൈവസഭയ്ക്കകത്ത് നിന്ന് ദൈവം ചില പ്രവാചകരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം. അവൻ ഇതുവരെ നീ പ്രവചിച്ചതുപോലെയല്ല, ഇതുവരെ നീ ആലോചന കൈമാറിയതുപോലെയല്ല. ഉന്നത അധികാരികൾക്ക് ആലോചന കൈമാറുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഭരണാധികാരികളോട്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട് ആലോചന കൈമാറത്തക്ക നിലവാരത്തിൽ ഒരു പ്രോഫറ്റിക് ഫലം ഈ സമയത്ത് ഓപ്പൺ ചെയ്യുകയാണ്. ശക്തമായ
ചിലരിലേക്ക് ശക്തി വ്യാപരിക്കാം, ചിലരിലേക്ക് ശക്തി വ്യാപരിക്കാം. രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ മേൽ ശക്തി പ്രവേശിച്ചതുപോലെ ഇന്ന് പലകാലം നിന്നിൽ നിന്ന് ശക്തി മറ്റുള്ളവരിലേക്ക് കൈമാറുക. എനിക്കുറപ്പുണ്ട്, ഞാൻ എവിടെയും ഡിക്ലെയർ ചെയ്യാറുണ്ട്, ഈ കൈകളിൽ കൂടി ശക്തി പുറപ്പെടും, ഈ കൈകളിൽ കൂടെ ശക്തി പുറപ്പെടും. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. നിന്റെ കൈകളിൽ കൂടെ ശക്തി ഇറങ്ങാം. ഓ നിന്റെ കൈകളിൽ കൂടെ ശക്തി ചലിക്കാൻ പോവുകയാണ്. നീ കൈവച്ച ക്യാൻസറിന്റെ സൗഖ്യമാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പറയുന്നത്, സോറി ഒരു മിനിറ്റ്, ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം എഴുന്നേറ്റാണ്. ഓ ജീസസ്, എന്റെ പരിശുദ്ധാത്മാവ് ഒരു പിക്ചർ കാണിക്കുക. 3 പേർ വീതം നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്, അതിനകത്തേക്ക് ഞാൻ ഇവരെ കൈമാറാൻ പോകും. ചിലരൊക്കെ ആത്മാവിൽ നിറയാൻ പോകും. നിങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി അത് മറ്റുള്ളവരിലേക്ക് കൈമാറുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കാരണം ബൈബിൾ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും, അതിന്റെ യഥാർത്ഥ ഇത് ജീവൻ നദി പോലെ ഒഴുകും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവൻ നദി പോലെ ഒഴുകുമെന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് പകൽക്കാലം അഭിഷേകം പ്രാപിച്ചവരെല്ലാം സഭയിൽ എഴുന്നേറ്റ് നിന്നാണ്. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവർ ജസ്റ്റ് ഒന്ന് മുൻപിലോട്ട് വരുമോ?